ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു സനാസ് വ്ളോഗ്. ഇന്നൊരു മിനി ഔട്ടിംഗ് വ്ളോഗാണ്. ഞാനും മുത്ത് റെഡിയായി, പക്ഷേ ഇതുവരെയായിട്ട് ഉമ്മിച്ച് റെഡി ആയിട്ടില്ല. അല്ലെങ്കിലും അങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ അവസാന നിമിഷം ഉമ്മിച്ച് റെഡി ആവുള്ളൂ. ഈ കാര്യം പറഞ്ഞ് ഞാനും ഉമ്മിച്ച് എന്നും അടിയാവാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ 11:15 ബസ് ഞങ്ങൾക്ക് കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ചെന്നു. അവിടെ നിന്ന് ഞങ്ങൾ ആലുവ ബസ്സിന് കയറി തണ്ടേക്കാട് എത്താറായപ്പോൾ കുഞ്ഞുമായും പിള്ളേരും കയറി. അവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആലുവ സ്റ്റാൻഡിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെ ഇവരുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി, മിഠായി വാങ്ങലും അതിരിതില ചാടി നടക്കലൊക്കെ ആയിട്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു കുഞ്ഞുമായും കൂടി വരാനുണ്ടായിരുന്നു. കുഞ്ഞുമായുടെ വീട് ഇവിടെ ആലുവയിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചിപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറി. പിന്നെ വായുധ കുഞ്ഞുമാക്ക് എസ്കലേറ്റർ പേടിയുള്ളതുകൊണ്ട് സ്റ്റെയർ കേസ് വഴിയാണ് കയറിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചുറ്റും നിന്ന് കളിയാക്കി. അപ്പോൾ ആദ്യം ആരെ എത്തണേന്ന് നോക്കാമെന്നും പറഞ്ഞ് ഓടിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ മെട്രോ വന്ന് അതിൽ കയറി. 20 സ്റ്റോപ്പുണ്ട്, അതിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഞങ്ങളുടെ. അപ്പോൾ പിന്നെ ഒരു നീണ്ട യാത്ര തന്നെയായിരുന്നു മെട്രോയിൽ. അതിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ അതിലൊരു ഫോട്ടോ ഉമ്മച്ചിക്ക് നല്ലോണം ഇഷ്ടമായി, ഉമ്മച്ചിയുടെ ഫേസ്. അതിനിപ്പോൾ ഫുൾ ടൈം അതിങ്ങനെ സൂം ചെയ്ത് ഉമ്മച്ചിയുടെ മുഖം കണ്ട് ആസ്വദിക്കലായിരിക്കും ഉമ്മച്ചിയുടെ പണി. ഞങ്ങളുടെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്തി. എന്നിട്ട് പിന്നെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ആമിയുടെ ടിക്കറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു, വർക്ക് ചെയ്തില്ല. അപ്പോൾ പിന്നെ ആമി അപ്പുറപ്പെട്ടു, ഞങ്ങളെല്ലാവരും ഇപ്പറയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ആമയുടെ അടുത്ത് പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്കുക, ഞങ്ങൾ പോയി കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ വന്ന് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്ന് ടിക്കറ്റ് ശരിയാക്കി കൊടുത്ത് അങ്ങനെ ആമി അപ്പുറം എത്തി ഞങ്ങളുടെ ഒപ്പം. അങ്ങനെ അവിടെ തന്നെ കലാരൂപങ്ങളൊക്കെ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ കയറി അതൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുഞ്ഞുമ്മ പറഞ്ഞു നമുക്കൊരു ഓട്ടോ വിളിച്ച് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് നമുക്ക് ഹിൽ പാലസിലേക്ക് പോകാമെന്ന്. അങ്ങനെ പിന്നെ സുമി പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് നടക്കാം, അതാണ് വൈബെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നടക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ പോയി. പേരിന് പോലും ഒരു ഹോട്ടൽ ഞങ്ങൾ കണ്ടില്ല. അവസാനം ഞങ്ങൾ കണ്ട ഒരു ഹോട്ടലാണ് ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്ന ഹോട്ടൽ എന്നും പറഞ്ഞ് കാണിക്കാൻ എടുത്ത ക്ലിപ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇന്ന് അതില്ല, ക്ലോസ്ഡ് ആണ്, എന്തോ പരിപാടിക്ക് അവർ പോയേക്കാന്ന്. ഞങ്ങൾ ആറ്റ് നോറ്റ് കയറിയൊരു റെസ്റ്റോറൻ്റാണ് അത്. അതാണെങ്കിൽ ക്ലോസ്ഡ് ആയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. ഇനിയിപ്പോൾ ഹിൽ പാലസ് അങ്ങോട്ട് പോകാം, പിന്നെ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് ഇവരുടെ ബാറ്ററി ഓൾമോസ്റ്റ് കഴിയാറേ ആയി. അപ്പോൾ പിന്നെ കുഞ്ഞുമ്മ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ നിന്നു, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിന്ന്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹിൽ പാലസിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മീൽസ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും ചിക്കൻ ബിരിയാണി പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസിൽ കയറി ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ ഒരു ഗുഹയുണ്ട്, ഇതിൽ കയറി നമുക്ക് അപ്പുറത്തോടെ ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ കുഞ്ഞുമ്മ പറയാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് നല്ല പേടിയാണെന്ന് കയറാൻ, കാരണം ഇരുട്ടാണ് അങ്ങനെ ഇങ്ങനെ. കാര്യം ഞാൻ പേടിയുള്ള ടൈപ്പാണെങ്കിലും ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറാൻ. കാരണം ഒരുമിച്ചാലേ പെടുള്ളൂ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ കയറിയത്. അത്ര വലിയ ദൂരമൊന്നുമില്ല ഗുഹയിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അവിടെ നിന്ന് ഇത്രേ ഉള്ളൂ ദൂരം. അതിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ജസ്റ്റ് അതിൽ കൂടെ ഇറങ്ങി വരാനുള്ളൊരു പാട്. പിന്നെ ഇത്രയും അടുത്ത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് മാൻകുട്ടീനെ കാണാൻ. നല്ല ക്യൂട്ടായിരുന്നു, അതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതൊക്കെ കണ്ട് പിന്നെ ഇവരും എന്തോ കടയിൽ കയറി എന്തോ പൊട്ടറ്റോടെ എന്തോ ഒരു സംഭവം വാങ്ങാൻ കയറി. കുറേ നേരമായി അവനത് വാങ്ങാൻ നിൽക്കണം. അങ്ങനെ ഒരുപാട് നേരം നിന്ന് വാങ്ങിയതിൻ്റെ ആ സന്തോഷമാണ് നിങ്ങൾ ആ മുഖത്ത് കണ്ടത്. അങ്ങനെ പിന്നെ എല്ലാം ചുറ്റും നടന്ന് കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ലാസ്റ്റായിട്ട് കുഞ്ഞുമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിച്ച് പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ കയറി അതേ ഹോട്ടലിൽ കയറി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണതാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.